നിർമ്മിത ബുദ്ധി മനുഷ്യനെ കീഴടക്കിയ കാലത്ത് സത്യങ്ങൾ തിരിച്ചറിയുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സത്യം വിചാരണ ചെയ്യപ്പെടുമ്പോൾ നിർമ്മിത ബുദ്ധി കാലത്തെ ജുഡീഷ്യറിയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശങ്ങൾ. മനുഷ്യനെ യന്ത്രങ്ങളും നിർമ്മിത ബുദ്ധിയും നിയന്ത്രിക്കുന്ന കാലത്ത് നിർമ്മിത ബുദ്ധി മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് അകലം പാലിച്ചേ മതിയാവൂ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത്. യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന വിവരങ്ങൾ നമുക്ക് മുന്നിലേക്കെത്തുമ്പോൾ അതാണ് സത്യമെന്ന് വിശ്വസിച്ചു പോകുന്നു. സത്യത്തെ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ട ഇടമാണ് കോടതി. എന്നാൽ കോടതിയിൽ പോലും നിർമ്മിത ബുദ്ധി പ്രധാന ടൂളായി നിയമജ്ഞർ ഉപയോഗിക്കുന്നുണ്ടെന്നും അത് തെറ്റായ പ്രവണതയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പരിഹരിച്ചൂടെ എന്ന ചോദ്യവും ഉയരുന്നുണ്ടെന്നും എന്നാൽ കോടതിയിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരാൾക്കും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വിധി പറയുന്നത് ഇഷ്ടമാവില്ലെന്നും ജസ്റ്റിസ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിക്ക് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ നൽകാനാകുകയുള്ളൂവെങ്കിൽ മനുഷ്യന് ഒരു ചോദ്യത്തിന് വിശകലനത്തിലൂടെ ഏറ്റവും കുറഞ്ഞത് 10 ഉത്തരമെങ്കിലും കിട്ടുമെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ നീക്കങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് തലച്ചോർ. തലച്ചോറിനപ്പുറം ഒരു വിശ്വാസ്യതയും യന്ത്രങ്ങൾക്ക് ലഭിക്കില്ല. നിർമ്മിത ബുദ്ധി നമ്മെ പിന്തുണയ്ക്കുന്നതാകണം, അല്ലാതെ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോവരുതെന്നും ദേവൻ രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.